ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി. ആക്റ്റീവ 110 cc ആണ് HT. അത് നിലവിൽ പെട്രോൾ ഓവർഫ്ലോ പോണ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ എനിക്ക് മുമ്പ് വണ്ടി എടുത്തുകൊണ്ടുവന്ന് കാർബറേറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ വീണ്ടും സെയിം അതേ പ്രോബ്ലം തന്നെ വന്നിട്ടുണ്ട്. വന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർബറേറ്റർ വീണ്ടും ഓവർഫ്ലോ കാണിച്ചാൽ പെട്രോൾ ഓവർഫ്ലോ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ അസംബ്ലി പിന്നെ അതും നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല, മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അതേപോലെ തന്നെ സെയിം അതേപോലെ തന്നെ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റി പുതിയ കാർബറേറ്റർ അസംബ്ലിയാണ് വെച്ചാൽ വണ്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ ശരിക്കും ഈ കാർബറേറ്റർ കംപ്ലയിൻറ്റ് പറയാനായിട്ടുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റാണ്. അതായത് ഇപ്പോൾ വന്ന പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E20 പെട്രോൾ എന്ന് തന്നെ പറയാം. എത്തനോൾ 20% എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ വരുന്നത്. ഇപ്പോൾ നിലവിൽ അതാണ് കിട്ടാനുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശരിക്കും പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഗവൺമെൻറ് അത് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ചില കേസുകളിൽ നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ വണ്ടികൾക്ക് അത് പ്രോബ്ലം ഇല്ല. അതിന് ശരിക്കും കാർബറേറ്റർ അല്ല വരാം, അത് ഇഞ്ചക്ടർ മോഡൽ വണ്ടികളാണ് ഇപ്പോൾ ഉള്ള വണ്ടികൾ. ആ വണ്ടികൾക്ക് പ്രോബ്ലം ഇല്ല. പഴയ മോഡൽ വണ്ടികൾ ഇതേപോലെ കാർബറേറ്ററിൽ വർക്ക് ചെയ്യുന്ന മോഡൽ വണ്ടികൾക്ക് അതൊരു പ്രോബ്ലമായിട്ട് വരുന്നുണ്ട്. കാരണം കാർബറേറ്റർ അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിറ്റ് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അലുമിനിയം ആണ് അതിൻ്റെ ബോഡി. അലുമിനിയം ബോഡി എന്ന് പറയുമ്പോൾ എത്തനോളിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈർപ്പടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വാട്ടർ കണ്ടൻറ്റ് ഫോം ആവും. അതാണ് ശരിക്കും അതിന് ഉള്ളൊരു മറ്റുള്ള പെട്രോളിനെ അപേക്ഷിച്ച് ആദ്യത്തെ പെട്രോളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വ്യത്യാസം വരാം. അലുമിനിയം വെള്ളത്തിൻ്റെ അംശം കൂടി വരുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ വരും. അതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രോബ്ലംസ് മൊത്തം തന്നെ കേട്ടോ. അപ്പോൾ ശരിക്കും ഇപ്പോൾ പുതിയ കാർബറേറ്റർ വെച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ വീണ്ടും സെയിം അതേ പെട്രോൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണത്. അപ്പോൾ കൂടുതൽ കംപ്ലയിൻറ്റ് വരാതിരിക്കണം. അതായത് വണ്ടി ഉപയോഗിക്കാണ്ടൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വണ്ടി കറക്റ്റായിട്ട് ഇടയ്ക്ക് തന്നെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യാനുള്ളൊരു മാർഗ്ഗം. പിന്നെ ഇടയ്ക്ക് തന്നെയും അതായത് വല്ലപ്പോഴും ഒരു 4 മാസത്തിലൊരിക്കലും പെട്രോളിൽ ആഡ് ചെയ്യുന്ന ഒരു അഡിറ്റീവ്സ് കിട്ടും. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ആ ഫ്യൂൽ ലൈൻ പോണ ആ എല്ലാ സർക്കുലേഷനും എല്ലാ ഭാഗങ്ങളും അത് ക്ലിയറായി പൊക്കോളും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മൊത്തം ക്ലീൻ ചെയ്യണ ഒരു മെറ്റീരിയലാണ് പെട്രോൾ അഡിറ്റീവ്സ് എന്ന് തന്നെ പറയാം. അത് പല ബ്രാൻഡുകളുണ്ട്. നമുക്കിപ്പോൾ ഏതായാലും ഒരെണ്ണം മേടിച്ച് ഇടയ്ക്ക് അതായത് ഒരു 4 മാസത്തിലൊരിക്കൽ പറ്റില്ലെങ്കിൽ ഒരു 6 മാസത്തിലൊരിക്കൽ തന്നെ യൂസ് ചെയ്യണത് നല്ലതാണ്. അത് ഒരു 2 ലിറ്റർ പെട്രോൾ ഉള്ളപ്പോൾ അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പെട്രോളിലേക്ക് ഡയറക്റ്റ് മിക്സ് ചെയ്യാവുന്നുള്ളൂ. അത് അങ്ങനെ ഉപയോഗിച്ച് പോകണമായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയതാണ് വെച്ചേക്കണത്. പഴയ കാർബറേറ്ററാണ് അത് ഇരിക്കണം കേട്ടോ. അപ്പോൾ ട്യൂണിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് റീസെറ്റ് ചെയ്തേക്കാം. പിന്നെ അതേപോലെ തന്നെ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ടേൺ ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്ന ഒരു ഫീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓടിച്ച് നോക്കി പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയില്ല. ഇനി ഒരു പക്ഷേ നമുക്ക് ഈ കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് വന്നൊരു കംപ്ലയിൻറ്റ് ആവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കേസ്. ഞാനൊരു ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. പിന്നെ പെട്രോളിൻ്റെ ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോളുമായിട്ട് വന്ന കംപ്ലയിൻറ്റ്സുകളും അതിൻ്റെ ഗുണവും ദോഷമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്താണ് അതിൻ്റെ ആക്ച്വലി പ്രോബ്ലം എന്നുള്ള കേസ്. അത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാം. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വിളിക്കാം എന്തെങ്കിലും കേട്ടോ. അത് ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് എടുക്കാം. ഒരു 12 മണി 1 മണിയാകുമ്പോഴത്തേക്കും എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വിളിക്കാം. ഓക്കെ.